ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ് നമ്മൾ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ചാപ്റ്റർ 2 അതിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്, മുൻവർഷ ചോദ്യങ്ങളാണ്. ചാപ്റ്റർ 2 ജനറൽ ഔട്ട്ലൈൻസ് ഓഫ് ദ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ആണ് അല്ലേ. അത് ആർട്ടിക്കിൾസ് 7 മുതൽ 20 വരെയാണ്. ഈ 7 മുതൽ 20 വരെയുള്ള ആർട്ടിക്കിൾസ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് 6 വീഡിയോസ് ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആപ്പിൽ കേട്ടോ. 6 വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ 6 വീഡിയോസ് കേട്ടതിന് ശേഷമായിരിക്കണം ഈ ക്ലാസ് റിയലി കേൾക്കേണ്ടത്. ഇനി അഥവാ ആർക്കെങ്കിലും ആ 6 ക്ലാസ്സുകൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ആർട്ടിക്കിൾ പറയും. അപ്പോൾ ഒരു ചോദ്യം, ഉദാഹരണം ഇപ്പോൾ ദ കൺസോൾട്ടഡ് ഫണ്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് നോൺ ആസ്, അപ്പോൾ ആ ചോദ്യത്തിന് ആർട്ടിക്കിൾ അവിടെ ഇപ്പോൾ ആർട്ടിക്കിൾ 7 എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അല്ല കേട്ടിട്ടില്ലാത്തവർ, അതായത് ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ ബുക്ക് തന്നെ വെച്ച് കേൾക്കണമെന്നൊന്നുമില്ല. സമയം കിട്ടുമ്പം നമ്മൾ ഓഡിയോ അങ്ങ് ഇട്ടിരുന്നാൽ മതി. നമ്മളത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ രാവിലെ തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതങ്ങ് ഇട്ടൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക. യാത്ര ചെയ്യുമ്പോൾ കേൾക്കുക, ഓഫീസിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇയർഫോണൊക്കെ വെച്ച് കേൾക്കുക. അങ്ങനെ ആവർത്തിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് കേൾക്കേണ്ടതില്ല. ഒരു പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് കേൾക്കണം. കാരണം ഈ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലോവർ ഹയർ വരുന്ന ഓഫീസേഴ്സിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്കിന്റെ കൂടെയാണല്ലോ ഈ ലോവർ ഹയർ ഉള്ളത്. ഈ ഇൻട്രൊഡക്ഷന്റെ കൂടെയാണല്ലോ ഈ അക്കൗണ്ട് കോഡ് വോളിയം 1 ഉള്ളത്. ഈ ഇൻട്രൊഡക്ഷൻ വിത്തൗട്ട് ബുക്കാണ്, നമുക്കറിയാം. പക്ഷേ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 വിത്ത് ബുക്കാണ്. അപ്പോൾ മാത്രമല്ല ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേരള അക്കൗണ്ട് കോഡിലും ഉണ്ട്. അപ്പൊ ചോദ്യം ഒരേ ആൻസർ, ഒരേ ചോദ്യം തന്നെ അക്കൗണ്ട് കോഡും ഇൻട്രൊഡക്ഷനും കോമൺ ആയി വരുന്ന ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. കാര്യം അക്കൗണ്ട് കോഡ് വോളിയം 1 പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇൻട്രൊഡക്ഷൻ വിത്തൗട്ട് ബുക്കാണ്, പക്ഷേ അക്കൗണ്ട് കോഡോ വിത്ത് ബുക്കാണ്. അപ്പോൾ അക്കൗണ്ട് കോഡ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് ഭാഗം കവർ ചെയ്യാം, അക്കൗണ്ട് കോഡും പൂർണ്ണമായി കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അക്കൗണ്ട് കോഡിൽ നിന്ന് ഒരു 10, 40, 45 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എഴുതുന്നവര് അവരുടെ പേപ്പർ 1 ഫിനാൻഷ്യൽ കോഡിന്റെ കൂടെ ആണല്ലോ. ഫിനാൻഷ്യൽ കോഡ്, ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. അവർക്ക് ഒന്നാമത്തെ പേപ്പറിന്റെ ഫിനാൻഷ്യൽ കോഡിന്റെ കൂടെയാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് എല്ലാം വിത്ത് ബുക്കാണത്. കാരണം വിത്തൗട്ട് ബുക്ക് ഇല്ല അവർക്ക്. ഫിനാൻഷ്യൽ കോഡ് ഉപയോഗിക്കാം, ബഡ്ജറ്റ് മാനുവൽ ഉപയോഗിക്കാം, അക്കൗണ്ട് കോഡ് ഉപയോഗിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ ചോദ്യങ്ങൾ ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സിൽ കേട്ടതിന് ശേഷം മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റൽ ബേസ് ഞാൻ ഒന്നുകൂടി പറയുന്നു, ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കണമെന്നില്ല, ചുമ്മാ അതൊന്ന് കേൾക്കുക. അതിനുശേഷം ഈ പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ആവർത്തിച്ച് കേൾക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ ഇവിടെ പറയും. അപ്പോഴെന്ത് ചെയ്യണം, ആ ചോദ്യം പോസ് ചെയ്തിട്ട് ആ ആർട്ടിക്കിൾ പുസ്തകം ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സിൽ കേട്ടിട്ടില്ലാത്തവർ ആ ആർട്ടിക്കിൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അത് നല്ലതാണ് കേട്ടോ. ടെക്സ്റ്റ് ബേസ്ഡ് ക്ലാസ് കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു എളുപ്പവഴി പറയുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്ററുകളുടെയും പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത് ചാപ്റ്റർ 2 പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ചാപ്റ്റർ 2 7 മുതൽ 20 വരെയാണ്. ഞാൻ നിങ്ങളുടെ സമയം എടുത്ത് കളയുന്നില്ല, സമയം ഞാൻ അപഹരിക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് നോൺ ആസ്. കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഭരണഘടനയിൽ നിന്നും ചോദ്യങ്ങൾ, ഇൻട്രൊഡക്ഷനോടെ ഭരണഘടനയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും ഹയറിന്റെ കൂടെ. അതിനും ചില ചോദ്യങ്ങൾ ഇവിടെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് കൺസോൾട്ടേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കൺസോൾട്ടേറ്റഡ് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് എന്നല്ല, കൺസോൾട്ടേറ്റഡ് ഫണ്ട് യൂണിയൻ ഗവൺമെന്റ് എന്നല്ല, പിന്നെ കൺസോൾട്ടേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് ആർട്ടിക്കിൾ 7 പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 7 ഇത് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹാവ് എ കൺസോൾട്ടേറ്റഡ് ഫണ്ട് സെപ്പറേറ്റ് കൺസോൾട്ടേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അല്ല കൺസോൾട്ടേറ്റഡ് ഫണ്ട് ഓഫ് ഭാരതെന്നോ സെൻട്രലിനോ യൂണിയനൊന്നും അല്ല, കൺസോൾട്ടേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ശരി ഉത്തരം സി ആണ്, ആർട്ടിക്കിൾ 7 ആണ് കേട്ടോ. അപ്പോൾ ചോദ്യം ടെക്സ്റ്റ് വായിച്ചിട്ടില്ലാത്തവർ ഇവിടെ പോസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 7 എടുത്ത് വായിച്ചു നോക്കുക. അടുത്തത്, ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് എ ഗവൺമെന്റ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു പോർഷൻ നമുക്ക് ചാപ്റ്റർ 3 വിശദമായി പഠിക്കാനുള്ളതാണ്. പക്ഷേ ഞാൻ ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു വിട്ടേക്കാം. കൺസോളിഡേറ്റഡ് ഫണ്ടിലത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാല്, അതായത് റവന്യൂ റെസീറ്റ് എക്സ്പെൻഡിച്ചറും കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് വരുന്നത്. ഓൾ റവന്യൂസ് റിസീവ്ഡ് ബൈ ഗവൺമെന്റ്, റവന്യൂ റെസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചറും അതിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പിന്നെ പബ്ലിക് ഡെറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഡി ആണ് ശരി ഉത്തരം. ഓൾ ദി അബവ് ഇതെല്ലാം വരും കേട്ടോ. കൺസോൾട്ടേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട് അതിൽ. പിന്നെ അതിൽ നിന്നാണ് ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതിൻ്റെ ഒരു ഡിവിഷനാണ്. പിന്നെ പബ്ലിക് ഡെറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസും പറഞ്ഞ് അങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഓൾ ദി അബവ് ആണ്, ഡി ആണ് ശരി ഉത്തരം. ഇത് ആർട്ടിക്കിൾ 7 പറയുന്നുണ്ട്, വിശദമായിട്ട് ചാപ്റ്റർ 3 പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതിന്റെ ശരി ഉത്തരം ഡി ആണ്, ആർട്ടിക്കിൾ 7 ആണ്.
അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ദ പേയ്മെന്റ് ഇൻടു ആൻഡ് ദ വിഡ്രോവൽ, പേയ്മെന്റ് ഇൻടു ആൻഡ് ദ വിഡ്രോവൽ, transfer or disbursement of monies from the consolidated fund and public account of the state is regulated by law made by ഇവിടെ the procedure followed to be withdrawal of disbursement of money consolidated fund of the state ആണ്, ശരിയാണ്. സ്റ്റേറ്റിന്റെ, അതായത് സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റ് ഫണ്ടിന് കൺസോളിഡേറ്റ് ഫണ്ടിലേക്ക് പേയ്മെന്റ് നടത്തുന്നതിന്, പേയ്മെന്റ് ഇൻടു ആൻഡ് വിഡ്രോവൽ ഓഫ് മണി ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മണി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പബ്ലിക് അക്കൗണ്ടിൽ നിന്നും ലേക്കും പണം അടയ്ക്കുന്നതിനും അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനും സംസ്ഥാനങ്ങളെ അധികാരപ്പെടുത്തുന്ന നിയമം ആരാണ് നിർമ്മിക്കുന്നത്? എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ബി പാർലമെന്റ്, സി ലോക്സഭ, ഡി ഗവർണർ. അത് അപ്രോപ്രിയേഷൻ ബില്ല്, അപ്രോപ്രിയേഷൻ ആക്ട് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പാസ്സാക്കുന്നത്, സംസ്ഥാന നിയമസഭയാണ്. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാൻ അധികാരപ്പെടുത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതും ആർട്ടിക്കിൾ 7 പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 7 ആണ് അതിന്റെ ആൻസർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അധികാരപ്പെടുത്തണം. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിലെയും പബ്ലിക് അക്കൗണ്ടിലൊക്കെ പണം ചെലവഴിക്കുന്നതിന് പാർലമെന്റ് ആണ് അനുമതി നൽകേണ്ടുന്നത്. 1 രൂപ പോലും നിയമസഭകളുടെ പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ ചെലവഴിക്കാൻ പറ്റില്ല. അതിന് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ലോ ഉണ്ട്. അടുത്ത 4ാമത്തെ ചോദ്യം, ദ കസ്റ്റഡി ഓഫ് മണി സ്റ്റാൻഡിങ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് പബ്ലിക് അക്കൗണ്ട് ഈസ് റെഗുലേറ്റഡ് ബൈ ലോ മെയ്ഡ് ബൈ. ഇത് വേറൊരു രീതിയിലാണ് ചോദ്യം, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ, ചോയ്സ് വ്യത്യാസമുണ്ട്. ദ കസ്റ്റഡി ഓഫ് മണി സ്റ്റാൻഡിങ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഈസ് റെഗുലേറ്റഡ് ബൈ ലോ മെയ്ഡ് ബൈ എ ഹൈക്കോർട്ട്, ബി സുപ്രീം കോർട്ട്, സി അപ്രോപ്രിയേറ്റ് ലെജിസ്ലേച്ചർ, യൂണിയൻ ക്യാബിനറ്റ്. അപ്രോപ്രിയേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെന്റ് എന്നോ സ്റ്റേറ്റ് എന്നോ ഇവിടെ ചോദ്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ലെജിസ്ലേച്ചർ പാസ്സാക്കണം. അതാണ്, അത് പ്രകാരമാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിലായാലും കണ്ടിജൻസി ഫണ്ടിലായാലും പണം ചെലവഴിക്കുന്നതിനുള്ള അധികാരം അത് അപ്രോപ്രിയേറ്റ് ലെജിസ്ലേച്ചർ ആണ്, അല്ലേ? അതും ആർട്ടിക്കിൾ 7 വരുന്നുണ്ട് അതൊക്കെ കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 7 നന്നായിട്ട് വായിച്ചു നോക്കാം. 5ാമത്തെ ചോദ്യം, ദ പവർ ടു സാങ്ഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നതിനുള്ള അനുമതി നൽകേണ്ടത് ആരാണ്? എ ചീഫ് മിനിസ്റ്റർ, ബി ഫിനാൻസ് മിനിസ്റ്റർ, സി ഫിനാൻസ് സെക്രട്ടറി, ഡി ഗവർണർ. സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഗവർണറാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പറയുന്നതാണല്ലോ. 267(2) പറയുന്നുണ്ട്. 267(2) കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ട് ഗവർണറാണ് കേട്ടോ. അതും ആർട്ടിക്കിൾ 7A ആണ്. കണ്ടിൻജൻസി ഫണ്ട് 7A ആണ്. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടോ അത് പ്രസിഡന്റ് ആണ് അനുമതി കൊടുക്കുന്നത്, അല്ലയോ? കണ്ടിൻജൻസി ഫണ്ട് നിന്ന് പണം ചെലവഴിക്കാനുള്ള അനുമതി പ്രസിഡന്റ് ആണ്, റൈറ്റ്? 6ാമത്തെ ചോദ്യം, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് എ സ്റ്റേറ്റ് ഈസ് അണ്ടർ ദ ഡിസ്പോസൽ ഓഫ്. ഇറ്റ് ഈസ് ആരുടെ ഡിസ്പോസലിലാണ്? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് കേട്ടോ. കണ്ടിജൻസി ഫണ്ട് ഗവർണറുടെ ഡിസ്പോസലാണ്. അദ്ദേഹമാണ് അത് ചെലവഴിക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. പക്ഷെ അത് മാനേജ് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കണ്ടിജൻസി ഫണ്ട് ആരുടെ? ഗവർണറുടെ ഡിസ്പോസലിലാണ്. ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഈസ് മെന്റ് ഫോർ. എന്തിനു വേണ്ടിയാണ് കണ്ടിജൻസി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ ടു മീറ്റ് അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ പെൻഡിങ് ഓതറേഷൻ ബൈ ലെജിസ്ലേച്ചർ. അതാണ് ശരി ഉത്തരം. 7A പറയുന്നുണ്ട് ഇത് കേട്ടോ. അതായത് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചെലവുകൾ നിയമസഭയുടെ അനുമതി കാത്തു നിൽക്കാതെ തന്നെ മുൻകൂട്ടി, അതായത് പെൻഡിങ് ഓതറൈസേഷൻ ആയിരിക്കുന്നത്, മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചെലവുകൾ നേരിടുന്നതിന് വേണ്ടിയാണ് കണ്ടിൻജൻസി ഫണ്ട് ഉപയോഗിക്കുന്നത്. അതും ആർട്ടിക്കിൾ 7A ആണ് കേട്ടോ. ക്യാപിറ്റൽ 7A യിലാണ്. അപ്പൊ A ആണ് ശരി ഉത്തരം 7ാമത്തെ ചോദ്യത്തിന്റെ. അടുത്തത് 8ാമത്തെ ചോദ്യം, ദ അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഈസ് മെയ്ഡ് ഫ്രം. അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ എവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഏതാണ് പബ്ലിക് ഫണ്ട്? അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ പറഞ്ഞതല്ലോ ഉള്ളൂ. അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അത് സി ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ അതും ആർട്ടിക്കിൾ 7A തന്നെയാണ്. ആർട്ടിക്കിൾ 7A തന്നെ പറയുന്നുണ്ട്. 9ാമത്തെ ചോദ്യം, നോർമലി വേർ ദ ക്യാഷ് ബാലൻസസ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓർ കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ് ആർ ഹെൽഡ്. എവിടെയാണ് സാധാരണയായിട്ട് ക്യാഷ് ബാലൻസ് സൂക്ഷിക്കുന്നത്? നോർമലി ഇറ്റ് ഈസ് ഇൻ ഗവൺമെന്റ് ട്രഷറി ഓർ കെപ്റ്റ് വിത്ത് ദ ബാങ്ക് ആണ്. A ആണ് ശരി ഉത്തരം. നോർമലി അത് ഗവൺമെന്റ് ട്രഷറിയിലോ ബാങ്കിലോ ആണ്. ആർട്ടിക്കിൾ 8 പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 8 ആണ് അത് കേട്ടോ. ആർട്ടിക്കിൾ 8 ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ആയാലും കണ്ടിജൻസി ഫണ്ടിന്റെ ആയാലും പബ്ലിക് അക്കൗണ്ട്സിന്റെ ആയാലും ബാലൻസുകൾ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പണി എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്?
അതൊന്നിൽ ഗവൺമെന്റ് ട്രഷറിയിലായിരിക്കും അല്ലെങ്കിൽ ബാങ്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ 9A ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 8 ആണ് കേട്ടോ, ആർട്ടിക്കിൾ 8. അടുത്ത 10ാമത്തെ ചോദ്യം. ദ ബാങ്കിങ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഇസ് ജനറലി ട്രാൻസാക്ടഡ് ബൈ. നമ്മുടെ ബാങ്കിങ് ബിസിനസ് ആരാ നടത്തുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയണം. ബാങ്കിങ് അത് ആർട്ടിക്കിൾ 9 പറയുന്നുണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 9 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടാണ് എഗ്രിമെന്റ് എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ. അടുത്ത 11ാമത്തെ ചോദ്യം. മണീസ് ദ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് മണീസ് ഓൺ ബിഹാഫ് ഓഫ് എ സ്റ്റേറ്റ് ഔട്ട്സൈഡ് ഇസ് ജൂറിസ്ഡിക്ഷൻ ആർ ഓർഡിനറിലി അറേഞ്ച്ഡ് ത്രൂ ഡാഷ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്മുടെ ജൂറിസ്ഡിക്ഷന് മറ്റ് അക്കൗണ്ട് സർക്കിളിലുള്ള ട്രാൻസാക്ഷൻസ് എപ്രകാരമാണ് അറേഞ്ച് ചെയ്യുന്നത്? ദ റെസീറ്റും പേയ്മെന്റും. ഇപ്പൊ കേരളത്തിൽ ഒരു എമൗണ്ട്, തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള. അപ്പോൾ ദ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് മണീസ് ഓൺ ബിഹാഫ് ഓഫ് എ സ്റ്റേറ്റ് ഔട്ട്സൈഡ് ഇസ് ജൂറിസ്ഡിക്ഷൻ ആർ ഓർഡിനറി അറേഞ്ച്ഡ് ത്രൂ ഡാഷ് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻ transactions take place. A, the Reserve Bank of India. B, the Accountant General of the concerned state. C, through the Finance Department. D, Accountant General Audit of the state. The Accountant General of the state concerned ആണ് കേട്ടോ. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. അക്കൗണ്ടന്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണ്. അതും ആർട്ടിക്കിൾ 9 പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം. ദ ഗവൺമെന്റ് ഓഫ് ഡാഷ് ഹാവ് നോട്ട് സോ ഫാർ എൻറ്റേർഡ് ഇൻ ടു എൻ എഗ്രിമെന്റ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോഴും അങ്ങനെ അക്കൗണ്ട് കോഡ് പറയുന്നുണ്ട്. അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അക്കൗണ്ട് കോഡിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതായത് ആർട്ടിക്കിൾ 9 താഴെയുള്ള നോട്ടിൽ പറയുന്നുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. ഡാഷ് കീപ്സ് 2 separate accounts of cash transactions undertaken by it on behalf of the central government and state government within whose bank area the bank is situated. ഏത് സ്ഥാപനമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ട്രാൻസാക്ഷൻ സംബന്ധിച്ച് 2 സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് റിസർവ് ബാങ്ക് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സംബന്ധിച്ചിട്ട് 2 സെപ്പറേറ്റ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവ് ബാങ്ക് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 10 പറയുന്നുണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 10 ആണ്. റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക്, ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ഇതൊരു വിഷയമേ അല്ല. ഈ ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. 14ാമത്തെ ചോദ്യം. അറ്റ് ദ ക്ലോസ് ഓഫ് ഈച്ച് മന്ത് the balances of accounts of the central and state governments are transferred to the central account section of RBI. RBIയുടെ സെൻട്രൽ സെക്ഷൻ എവിടെയാണ്? നാഗ്പൂർ ആണ് അല്ലേ? എല്ലാ മാസവും അവസാനം the balances of accounts of the central and state government are transferred to central account section of RBI നാഗ്പൂർ ആണ് അല്ലേ? 14ാമത്തെ ചോദ്യം ആൻസർ ബി ആണ്. അത് ആർട്ടിക്കിൾ 10 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 10 ആണ് കേട്ടോ, ആർട്ടിക്കിൾ 10. 15ാമത്തെ ചോദ്യം. Which bank is transacting the business of സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് an agent of the RBI? RBIയുടെ ഏജന്റ് ആയിട്ട് ഏത് ബാങ്കാണ് ട്രാൻസാക്ഷൻസ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്നത്? വിച്ച് ബാങ്ക്? എ, ദ ബ്രാഞ്ചസ് ഓഫ് RBI ഇൻ ദ ഈച്ച് സ്റ്റേറ്റ്സ്. ബി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സി, ഓൾ ട്രഷറീസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്സ് ആസ് ദ ഏജന്റ് ആണ്. ആർട്ടിക്കിൾ 11 അത് പറയുന്നുണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 11. അടുത്തത്. കംപ്ലീറ്റ് അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് with the bank are maintained by. Complete accounts of the central government and each of the state governments with the bank are maintained by central account section Reserve Bank of India Nagpur ആണ് കേട്ടോ. AGO അല്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാം സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഗ്പൂർ ആണ്. അത് ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 12 ആണ്. അടുത്തത്. ഡാഷ് ആക്ട്സ് ആസ് എ ജനറൽ ക്ലിയറിംഗ് ഹൗസ്. താഴെ പറഞ്ഞതിൽ ആരാണ് ഒരു ജനറൽ ക്ലിയറിംഗ് ഹൗസസ് ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗവൺമെന്റ്സ്? വിവിധ സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് താഴെ പറഞ്ഞ ഏത് സ്ഥാപനമാണ് ഒരു ജനറൽ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? എ, ഓഫീസ് ഓഫ് ദ CNDG ഓഫ് ഇന്ത്യ. ബി, ഓഫീസ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. സി, സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് അറ്റ് നാഗ്പൂർ ആണ്. സി ആണ് ഉത്തരം അല്ലേ? സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ അറ്റ് നാഗ്പൂർ. ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 12 തന്നെയാണ് കേട്ടോ. ഓക്കെ. 18ാമത്തെ ചോദ്യം. Where is the central account section of RBI situated? എവിടെയാണ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ? നാഗ്പൂർ ആണ് കേട്ടോ. സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ RBI ഈസ്റ്റ് നാഗ്പൂർ ആണ്. ഓക്കെ. 18ാമത്തെ ചോദ്യം ഉത്തരം ബി ആണ്, ആർട്ടിക്കിൾ 12 പറയുന്നുണ്ടല്ലോ. അടുത്ത 19ാമത്തെ ചോദ്യം. At the close of the accounts of each month, a statement of closing balance of each government on the books of the bank is forwarded by the central account section നാഗ്പൂർ. റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലേക്ക്
എല്ലാ മാസാവസാനവും സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഈച്ച് ഗവൺമെന്റ്, ഓരോ സർക്കാരുകളുടെയും ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷന് മാസാവസാനം അയച്ചു കൊടുക്കുന്നത് ആരാണ്? അത് കൺസേൺ അക്കൗണ്ടന്റ് ജനറൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, കൺസേൺ ട്രഷറി ഡിപ്പാർട്ട്മെന്റ്. കൺസേൺ AG ആണ്, AG കൺസേൺ ആണ് കേട്ടോ. AG കൺസേൺ ആണ് മാസാവസാനം സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ അയച്ചു കൊടുക്കുന്നത്. അതും ആർട്ടിക്കിൾ 12 പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യം. ക്യാഷ് ബാലൻസ് ഹെൽഡ് ഇൻ എ സ്റ്റേറ്റ് ട്രഷറി ഫോം പാർട്ട് ഓഫ്. ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാഷ് ബാലൻസ് ട്രഷറിയിൽ നിൽക്കുന്നത് അത് എന്തൊക്കെ ഉൾപ്പെടുന്നു? ഫോം പാർട്ട് ഓഫ് cash available from taxation proceeds after withdrawal by department savings, net savings. C, consolidated fund, contingency fund and public account of the state ആണ്. അതാണ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ സി ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 13 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 13 ആണ്. 21, ട്രഷറി റൂൾസ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 283 ആണ്. ട്രഷറി റൂൾസ് ഇഷ്യൂ ചെയ്യുന്നത് ആർട്ടിക്കിൾ 283 ആണ്. 149 ഒന്നുമല്ല, 283 ആണ് കേട്ടോ. സി ആണ് ശരി ഉത്തരം. അത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട് ട്രഷറി റൂൾസ്. ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 23 പ്രകാരമാണ് 283 പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് കേരള അക്കൗണ്ട് കോഡിൽ ആർട്ടിക്കിൾ 13 തന്നെ പറയുന്നുണ്ട്. 22ാമത്തെ ചോദ്യം. ദ മണി ഈസ് റിസീവ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് അതർ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ സ്റ്റേറ്റ് ട്രഷറി where the treasury business is not conducted by the bank. It be first instance. അത് ഫസ്റ്റ് ഇൻസ്റ്റൻസ്, അതായത് മണി ഈസ് റിസീവ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബൈ എ സ്റ്റേറ്റ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു ട്രഷറിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെ സെൻട്രൽ ഗവൺമെന്റിന്റെ മണീസ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം അതിൽ എവിടെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? യെസ്, അത് നമ്മൾ ആർട്ടിക്കിൾ 13 തന്നെ പറയുന്നുണ്ട്. എഗൻസ്റ്റ് ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണ് കേട്ടോ. എഗൻസ്റ്റ് ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആണ്. സി ആണ് ശരി ഉത്തരം. എഗൻസ്റ്റ് ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ്, സി കേട്ടോ ശരി ഉത്തരം. അതോ ആർട്ടിക്കിൾ യഥാർത്ഥത്തിൽ 13 തന്നെ ഉണ്ട്. 23ാമത്തെ ചോദ്യം. ക്യാഷ് ബാലൻസസ് ഹെൽഡ് ഇൻ ദ ട്രഷറീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫോം പാർട്ട് ഓഫ്. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രഷറിയിലെ ക്യാഷ് ബാലൻസും അതും കൺസോൾട്ടഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ആണ്. ഓൾ ദി അബോവ് ആണ്. ഡി ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 14 ആണ്, വായിച്ചു നോക്കണം. അടുത്തത്. ദ റെസീറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ പെയ്ഡ് ഇൻ ടു ബാങ്ക്സ് ഓർ ട്രഷറീസിലാണ്. എല്ലാ റെസീറ്റുകളും ബാങ്കിൽ അല്ലെങ്കിൽ ട്രഷറിയിലാണ് പോകുന്നത്. ബാങ്ക്സ് ആൻഡ് ട്രഷറീസ് എന്ന് ഇവിടെ പറഞ്ഞിരുന്നത് ബാങ്ക് ഓർ ട്രഷറി. ആർട്ടിക്കിൾ 15 സ്മോൾ എയിൽ പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 15 സ്മോൾ എ ആണ്. ഓക്കെ, അടുത്തത്. യെസ്, ഒരു സെക്കൻഡ്, ചോദ്യത്തിലേക്ക് വരാം. 25ാമത്തെ ചോദ്യം. The receipts realized and payments in public works and forest departments are paid into treasury or bank account for the treasury as a merely as a receipt and payment. ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ്, അതായത് PWDയും ഫോറസ്റ്റിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എ ആണ് ശരി ഉത്തരം. ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ കൺസേൺഡ് ആണ് PWDയുടെയും ഫോറസ്റ്റിന്റെ ഒക്കെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിപ്പോൾ മാറിയിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ട് കോഡിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉത്തരം വരുന്നത് കേട്ടോ. അത് ആർട്ടിക്കിൾ 15B പറയുന്നുണ്ട്. 15B ആണ് കേട്ടോ. 15B പറയുന്നുണ്ട്. ഓക്കെ, 26ാമത്തെ ചോദ്യം. സർട്ടൻ ഡിപ്പാർട്ട്മെന്റൽ ഓഫീസേഴ്സ് ആർ ഓതറൈസ്ഡ് ടു വിഡ്രോ സംസ് ഇൻ ലംപ് ഫ്രം ദ ബാങ്ക് മേക്കിംഗ് പേയ്മെന്റ്സ്. താഴെ പറയുന്ന ഏത് ഡിപ്പാർട്ട്മെന്റുകളാണ്? ചില ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് PWD ഫോറസ്റ്റ് ആണ്, ഒരുമിച്ച് പണം അവർക്ക് പിൻവലിക്കാമെന്ന് പറയുന്നു. അറ്റ് വേർ ദ ഇനിഷ്യൽ അക്കൗണ്ട്സ് വിൽ ബി കെപ്റ്റ്. ഇനിഷ്യൽ അക്കൗണ്ട്സ് ട്രഷറിയിലെ ഇനിഷ്യൽ അക്കൗണ്ട്സ് ഒരു സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു സെക്കൻഡ്, എ അറ്റ് ദ ട്രഷറി, ബി അറ്റ് ദ ബാങ്ക്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് ആണ്. സി അറ്റ് ദ AG ഓഫീസ്, ഡി അറ്റ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് ഇനിഷ്യൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊരു പേയ്മെന്റ് ആയിട്ട് ട്രഷറി കാണിക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഡി ആണ് ഉത്തരം. അപ്പൊ നമ്മൾ പറഞ്ഞ 15C തന്നെ പറയുന്നുണ്ട് കേട്ടോ. 15C അടുത്തത്. ഓൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ട്രഷറീസ് which send accounts to the state accountant general submits a dash set of account for transaction to state and central government. അതായത് all state and central treasuries which send accounts to state accountant general. ഇപ്പൊ എല്ലാ സംസ്ഥാന സെൻട്രൽ ട്രഷറികളിലും
അതായത് ഏജിക്ക് റിപ്പോർട്ട് അയക്കുമ്പോൾ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ആയിട്ട് എത്ര അക്കൗണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡബിൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ് സബ്മിറ്റഡ്, ഡബിൾ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ് അയക്കുന്നത് അല്ലേ? 2 സെറ്റ് അയക്കും. അത് നമ്മൾ 15D പറഞ്ഞിട്ടുണ്ട്. ബി ആണ് ശരി ഉത്തരം ഇവിടെ അല്ലേ? 15D ആണ് ആൻസർ കേട്ടോ. 15D ആണ് അത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 28ാമത്തെ ചോദ്യം. ഓൾ മണീസ് ട്രാൻസാക്ഷൻസ് ഓഫ് വാട്ട് എവർ നേച്ചർ കണക്റ്റഡ് വിത്ത് ദ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് pertaining to each department or major head of account is called. അത് 28ാമത്തെ ചോദ്യം. അത് 15F പറയുന്നുണ്ട്. അതായത് അതിന് ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറയും. 15F ആണ്. 15F ആണ് കേട്ടോ. 15F. അതായത് ഓൾ monthly transactions of whatever nature are connected with the receipts and payments pertaining to each department or major account is called a departmental classified abstract എന്നാ പറയുന്നത്. 15F പറയുന്നുണ്ട്. 29. From where departmental consolidated abstracts showing progressive totals month by month under major minor subhead detailed heads of revenues are compiled. അത് ഏതിൽ നിന്നാണ് കമ്പൈൽ ചെയ്യുന്നത്? അതായത് ഡിപ്പാർട്ട്മെന്റൽ കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട് കമ്പൈൽ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റിൽ നിന്നാണ്. നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എ ആണ് ശരി ഉത്തരം. ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റിൽ നിന്നാണ് ഡിപ്പാർട്ട്മെന്റൽ കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട്. അത് നമ്മൾ ആർട്ടിക്കിൾ 15F ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 15F ആണ് കേട്ടോ. 15F ക്ലാസ് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒറ്റ പ്രാവശ്യം. അടുത്ത 30ാമത്തെ ചോദ്യം. ഫ്രം വിച്ച് ദ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ consolidated abstracts of debt depositories are prepared. ഡെറ്റ് ഡിപ്പോസിറ്റ്സിനൊക്കെ സംബന്ധിച്ചിട്ടും അതിന് ഒരു ഡെറ്റ്, ഡിപ്പോസിറ്റ്, അഡ്വാൻസ്, റെമിറ്റൻസ്, അതിന്റെ കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട് എവിടെ നിന്നാണ്? അത് നമ്മൾ 15G പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡീറ്റെയിൽ ബുക്ക് എന്ന് പറയുന്ന ബുക്ക് മെയിൻ ചെയ്യണം. ആ ഡീറ്റെയിൽ ബുക്കിൽ നിന്നാണ്. ഡി ആണ് ശരി ഉത്തരം. അത് 15G പറയുന്നുണ്ട്. 15G കേട്ടോ. ഓക്കെ. ഒരു ഡീറ്റെയിൽ ബുക്ക് എന്ന് പറയുന്ന ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ നിന്നാണ് കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട് തയ്യാറാക്കുന്നത്. ഏതിനെയൊക്കെ സംബന്ധിച്ചിട്ട്? ഡെറ്റ്, ഡിപ്പോസിറ്റ്, അഡ്വാൻസ്, റെമിറ്റൻസസിനെയൊക്കെ സംബന്ധിച്ചിട്ട്. അടുത്ത 31ാമത്തെ ചോദ്യം. ഓൺ ദ ബേസിസ് ഓഫ് പർട്ടിക്കുലേഴ്സ് ഓഫ് റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഫർണിഷ്ഡ് ബൈ ദ വേരിയസ് ഡിഫൻസ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ് ദ അക്കൗണ്ട്സ് ഓഫ് ഡിഫൻസ് സർവീസസ് ആർ കമ്പൈൽഡ് ബൈ. ആ ഡിഫൻസ് സർവീസിന്റെ അക്കൗണ്ട്സ് ആരാണ്? കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ്. ആണ് ശരി ഉത്തരം. കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ആർട്ടിക്കിൾ 15I പറയുന്നുണ്ട്. 15I ആണ്. 15I. അടുത്ത 32ാമത്തെ ചോദ്യം. The accounts of dash are not maintained by AG. അതായത് സിവിൽ ഏജിമാര്, സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് താഴെ പറഞ്ഞ ഏത് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല? എ ഡിഫൻസ്, ബി റെയിൽവേ, സി സ്റ്റേറ്റ്, ഡി ബോത്ത്. എ ആൻഡ് ബിയുടെ ഡിഫൻസിന്റെ റെയിൽവേയുടെയും അക്കൗണ്ട്സ് ഏജ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് ആർട്ടിക്കിൾ 15I പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം ഡി ആണ്. ആർട്ടിക്കിൾ 15I ആണ് അത് കേട്ടോ. 15I. അടുത്തത് 33ാമത്തെ ചോദ്യം. എ കോപ്പി ഓഫ് ദ മന്ത്ലി അക്കൗണ്ട്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് സബ്മിറ്റഡ് ടു ഇറ്റ് ബൈ. അതായത് മന്ത്ലി അക്കൗണ്ട്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട്സിന്റെ ഒരു കോപ്പി സംസ്ഥാന സർക്കാരുകൾക്ക് ആരാണ് സമർപ്പിക്കുന്നത്? അത് സ്റ്റേറ്റ് അക്കൗണ്ടന്റ് ജനറൽമാരാണ്. എ കോപ്പി ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് സബ്മിറ്റഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ദ AG A&T കൺസേൺഡ് ആണ് അല്ലെ? AG A&T കൺസേൺഡ് ആണ്. അത് ആർട്ടിക്കിൾ 15J പറയുന്നുണ്ട്. 15 ഇതിലാണ്. 15J പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത 34ാമത്തെ ചോദ്യം. Transactions in one account circle which are adjustable in the accounts of another circle are passed on month by month to the latter for adjustment. ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 16 ഡിസ്കസ് ചെയ്തത്. എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് ആൻഡ് സെറ്റിൽമെന്റ് അക്കൗണ്ട്സ് ആണ്. എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് ഓർ സെറ്റിൽമെന്റ് അക്കൗണ്ട്സ് ആണ് അല്ലേ? ആർട്ടിക്കിൾ 16. ഡി ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 16 ആണ്. The one account circle which are adjustable in the accounts of another circle are passed on month by month to the latter for adjustment through a exchange accounts or settlement accounts എന്നാണ് റൂളിൽ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം ഡി ആണ്. ആർട്ടിക്കിൾ 16 ആണ്. 35ാമത്തെ ചോദ്യം. 35. ട്രാൻസാക്ഷൻസ് initially taken against the balance of a state
ഇപ്പൊ ആദ്യം സംസ്ഥാനത്തിന്റെ ബാലൻസിൽ അത് ട്രാൻസാക്ഷൻസ് കണക്കിലെടുക്കുന്നത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് ആർ ഈവൻച്വലി അഡ്ജസ്റ്റബിൾ എഗൻസ്റ്റ് ദ ബാലൻസ് ഓഫ് അനദർ സ്റ്റേറ്റ് ആർ പാസ്ഡ് ഓൺ. എന്നാൽ അത് പിന്നീട് ആത്യന്തികമായിട്ട് അഡ്ജസ്റ്റബിൾ ദ ബാലൻസ് ഓഫ് ദ അനദർ സ്റ്റേറ്റ് ആർ പാസ്ഡ് ഓൺ ത്രൂ സെറ്റിൽമെന്റ് അക്കൗണ്ട്സ്. 15A ആണ്, 35A ആണ് ശരി ഉത്തരം കേട്ടോ, 35A ആണ്. അതും ആർട്ടിക്കിൾ 16(4) പറയുന്നുണ്ട്, 16 പറയുന്നുണ്ട് കേട്ടോ, 16(4) അടുത്തത് 36. The term used in a general sense to include the different class of accounts as well as the accounts with the government of other countries is known as മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള അക്കൗണ്ടുകൾ, അതിന് ഇടപാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? എ അക്കൗണ്ട് സർക്കിൾസ്, ബി അക്കൗണ്ട് കറണ്ട്, സി അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഡി ആനുവൽ അക്കൗണ്ട്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 16(7) താഴെ ഒരു നോട്ടിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ആ കാര്യം പറയുന്നുണ്ട്, മറ്റു രാജ്യങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് അക്കൗണ്ട് കറണ്ട് വഴിയാണ് അല്ലേ, അക്കൗണ്ട് കറണ്ട് വഴിയാണ്. അത് ആർട്ടിക്കിൾ 16 തന്നെ പറയുന്നുണ്ട്. അതിന്റെ താഴെ ഒരു നോട്ട് 16(7). അപ്പോൾ 36ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ് ശരി ഉത്തരം, ആർട്ടിക്കിൾ 16(7) കേട്ടോ, 16(7). അടുത്തത്, വെൻ ഡസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അക്കൗണ്ടന്റ് AG പ്രിപ്പയർ ദ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്? സംസ്ഥാനത്തിന്റെ ഫിനാൻസ് അക്കൗണ്ട്സ് എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ആസ് സൂൺ ആസ് മാർച്ച് ഫൈനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. അത് തന്നെ ശരി ഉത്തരം, എ ആണ് അല്ലേ. അത് ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 17 ആണ്. അടുത്തത് 38. ദ ഫോം ഓഫ് ഫിനാൻസ് അക്കൗണ്ട്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ. ഫിനാൻസ് അക്കൗണ്ട്സിന്റെ ഫോം ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? എ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്, അവർക്കൊന്നും അധികാരമില്ല. ബി ഡയറക്ടർ ട്രഷറീസ്, സി ദ അക്കൗണ്ടന്റ് ജനറൽ AND, ഡി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ C&AG ഓഫ് ഇന്ത്യ ആണ് അല്ലേ. ഫോംസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആരാണ്? C&AG ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നില്ലേ, അത് 17. ഇത് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇൻട്രൊഡക്ഷനിലും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻട്രൊഡക്ഷന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷന്റെ ഒത്തിരി ആൻസേഴ്സ് കിട്ടും നമുക്ക്. 39ാമത്തെ ചോദ്യം, ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ. സംസ്ഥാനത്തിന്റെ ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആനുവൽ ഫിനാൻസ് ഓഫ് ദ സ്റ്റേറ്റ് AG AND ആണ്. AG ഓഡിറ്റ് ഉണ്ട്, AG AND ഉണ്ട്. ഇവിടെ AG AND ആണ് ആനുവൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫിനാൻസിന്റെ AG AND ആണ് കേട്ടോ. 39ാമത്തെ ചോദ്യം സി ആണ്, ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. അവിടെ AG എന്നേ പറയുന്നുള്ളൂ, AG AND എന്ന് പറയുന്നില്ല. യെസ്. അടുത്തത്, ദ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. യൂണിയൻ ഗവൺമെന്റിന്റെ ഫിനാൻസ് അക്കൗണ്ട്സ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എ C&AG, ബി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, സി അക്കൗണ്ട് ജനറൽ സെൻട്രൽ റവന്യൂസ്, ഡി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ് കേട്ടോ. ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആർ പ്രിപ്പയർഡ് ബൈ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അതും ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. ബി ആണ് ശരി ഉത്തരം. 41ാമത്തെ ചോദ്യം, ദ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ. അതായത് യൂണിയന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും കമ്പൈൻഡ് ഫിനാൻസ് അക്കൗണ്ട്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലേ, എ ആണ്. അത് നമ്മൾ ആർട്ടിക്കിൾ 18 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 18 ആണ് ആൻസർ, എ ആണ് കേട്ടോ. അടുത്തത് 42ാമത്തെ ചോദ്യം, ദ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദ പ്രസിഡന്റ് ബൈ. C&AG ചെയ്യേണ്ടത്, C&AG ആണ് കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അദ്ദേഹം അത് ആർക്ക് കൊടുക്കുന്നു? പ്രസിഡന്റിന് കൊടുക്കണം. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇല്ലേ, ആർട്ടിക്കിൾ 151 പറയുന്നുണ്ട് അല്ലേ, ഭരണഘടനയിലെ. ഇവിടെ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട് കേട്ടോ, ആർട്ടിക്കിൾ 18. 42ാമത്തെ ചോദ്യം സി ആണ് ഉത്തരം. ആർട്ടിക്കിൾ ആണ് റിലവന്റ്, ആർട്ടിക്കിൾ 18 ആണ്. ഓക്കെ. 43ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് എ സമ്മറി ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഫോർ ദ ലാസ്റ്റ് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ? A, the combined appropriation accounts of the central states. B, the combined finance and revenue accounts of the central government and state. അതാ ശരി ഉത്തരം, ബി ആണ് ശരി ഉത്തരം. അതായത് the combined finance and revenue accounts prepared by C&AG incorporate summary of the accounts of the central and state governments. All state governments and central ആണ്. അപ്പൊ 43ാമത്തെ ചോദ്യം ബി ആണ് ശരി ഉത്തരം കേട്ടോ, ബി ആണ് ശരി ഉത്തരം. അതും ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. But the annual general financial statement is prepared by. Annual general financial statement ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 44ാമത്തെ ചോദ്യം, അതും C&AG തയ്യാറാക്കുന്നത് കേട്ടോ. ആനുവൽ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആനുവൽ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് C&AG ആണ്. 44ാമത്തെ ചോദ്യം, അതും ആർട്ടിക്കിൾ 18 പറയുന്നില്ലേ, C&AG ആണ് ആനുവൽ
ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. 45-ാമത്തെ ചോദ്യം. ദ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസൻസ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് ഗവൺമെന്റ്സ്. General financial statement prepared by CNTG represents the transactions of all governments ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി, ഓൾ ദ ത്രീ അബോവ്. ഡി ആണ് ശരി ഉത്തരം. എല്ലാം വരും. അതും ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഡി ആണ് കേട്ടോ. ഡി ആണ് ശരി ഉത്തരം. എല്ലാ ഗവൺമെന്റിന്റെയും ട്രാൻസാക്ഷൻസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. 46-ാമത്തെ ചോദ്യം. ദ ഗവൺമെന്റ് ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിൽ നോട്ട് റെപ്രസെന്റ് ദ ട്രാൻസാക്ഷൻസ് ഓഫ്. യൂണിയൻ ടെറിട്ടറിയുടെ ജനറൽ ഫിനാൻഷ്യൽ, യൂണിയൻ ടെറിട്ടറി വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ അത് വരുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറ്റും ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ 46-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ്. 47. ദ കമ്പാരിസൺ ഓഫ് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എനി ആക്ടിവിറ്റി ഓഫ് സെവറൽ ഗവൺമെന്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം. അതായത് സംസ്ഥാന സർക്കാരുകളുടെ, വിവിധ ഗവൺമെന്റുകളുടെ ഏതെങ്കിലും പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് ഒരു കമ്പാരിസൺ, റെസീറ്റും കമ്പാരിസനെ സഹായിക്കുന്നത് ഏതാണ്? എ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ, ബി ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്, സി ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഉത്തരം. സി ആണ് അവിടെ അല്ലേ. 47-ന്റെ ഉത്തരം ഏതാണ്? സി ആണ്. ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. അതായത് ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് enables a comparison of the receipt and expenditure of any activity of several governments. വളരെ വിശദമായിട്ട് നമ്മൾ അതെല്ലാം പോയിന്റ് ഡിസ്കസ് ചെയ്താണ്. 48. The operations of some departments of government include undertaking of a commercial character. The financial transactions of undertakings are kept in commercial character ഉള്ള അക്കൗണ്ട്സുകളൊക്കെ ഏത് ഫോമിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ് അല്ലയോ. 48 ബി ആണ്. പ്രൊഫോർമ അക്കൗണ്ട്സിന്റെ ആർട്ടിക്കിൾ 19 ആണ്. വായിച്ചു നോക്കണം കേട്ടോ. കൊമേഴ്സ്യൽ ക്യാരക്ടർ ഉള്ളതൊക്കെ പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ്. 49. പ്രൊഫോർമ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്. എ സിവിൽ ഡിപ്പാർട്ട്മെന്റ്സ്, PWD ഡിപ്പാർട്ട്മെന്റ്, കൊമേഴ്സ്യൽ ഓൾ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ 49 ബി ആണ് ആൻസർ അല്ലേ. പ്രൊഫോർമ അക്കൗണ്ട്സ് ആരാണ്? കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആർട്ടിക്കിൾ 19 തന്നെയാണ്. ഓക്കെ. 50-ാമത്തെ ചോദ്യം. പ്രൊഫോർമ അക്കൗണ്ട്സ് ഓഫ് സർട്ടൺ ഡിപ്പാർട്ട്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ. ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രൊഫോർമ അക്കൗണ്ട്സ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റീസ് ആണ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റീസ് ആണ് അല്ലേ. അപ്പൊ 50-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതന്നെയാണ്? ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. പ്രൊഫോർമ അക്കൗണ്ട്സ് ഓഫ് സർട്ടൺ ഡിപ്പാർട്ട്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റീസ് കൺസേൺഡ്. 50A ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 19 തന്നെയാണ്. പ്രൊഫോർമ അക്കൗണ്ട്സ് വിശദമായിട്ട് വായിക്കണം. നല്ല ചോദ്യങ്ങൾ വരും. ഞാൻ ഒരു കാര്യം പറയാം. ചാപ്റ്റർ 2-ൽ നിന്നും 3-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. 3-ാമത്തെ ചാപ്റ്ററിന് 2 കൂടെ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ കേരള അക്കൗണ്ട് കോഡ് 75, 85, 90% തീരുവാണ്. ചോദ്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ്. 51-ാമത്തെ ചോദ്യം. ദ ഫോം ഇൻ വിച്ച് പ്രൊഫോർമ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഓഫീസേഴ്സ് ഡിറ്റർമിൻഡ് ബൈ. ആരാണ് പ്രൊഫോർമ അക്കൗണ്ട്സിന്റെ ഫോം മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കുന്നത്? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ഫോംസ് എല്ലാം അവരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. 52-ാമത്തെ ചോദ്യം. Certain proforma accounts relating to irrigation, navigation, embankment and drainage projects of government residential buildings. അതായത് ഗവൺമെന്റിന്റെ ഇറിഗേഷൻ, നാവിഗേഷൻ, എംബാങ്ക്മെന്റ്, ഡ്രെയിനേജ് സംബന്ധിച്ചിട്ടുള്ള പ്രൊഫോർമ അക്കൗണ്ട്സ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ് ബൈ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് ആണ്. സിവിൽ അക്കൗണ്ട് ഓഫീസർ ഏജിമാരാണ് കേട്ടോ. സിവിൽ അക്കൗണ്ട് ഓഫീസേഴ്സ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രൊഫോർമ, അതായത് ഇറിഗേഷൻ, നാവിഗേഷൻ, എംബാങ്ക്മെന്റ്, ഡ്രെയിനേജ് പ്രോജക്റ്റ് ഒക്കെ സംബന്ധിച്ചിട്ട്. പക്ഷെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെ, സർക്കാരിന്റെ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ അതത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 53. ദ അക്കൗണ്ട് ത്രൂ വിച്ച് ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് സം ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്സ് എ കൊമേഴ്സ്യൽ ഓർ ക്വാസി കൊമേഴ്സ്യൽ ക്യാരക്ടർ. അതും പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ് അല്ലേ. അതും പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ്. ക്വാസി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്യാരക്ടർ ഒക്കെ ഉള്ള അക്കൗണ്ട്സ് കൊമേഴ്സ്യൽ പ്രൊഫോർമ അക്കൗണ്ട്സിനാണ്. ബി ആണ് ഉത്തരം. 53-ന്റെ ബി ആണ് ഉത്തരം. 54. പ്രൊഫോർമ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കേരള. താഴെ പറയുന്നതിൽ ഏത് ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രൊഫോർമ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? എ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ബി ഗവൺമെന്റ് അണ്ടർടേക്കിങ്സ് ഹാവിംഗ് കൊമേഴ്സ്യൽ ക്യാരക്ടർ, സി ഓൾ ഡിപ്പാർട്ട്മെന്റ്, ഡി മേജർ ഡിപ്പാർട്ട്മെന്റ്. ബി ആണ് ശരി ഉത്തരം. പ്രൊഫോർമ അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 പ്രകാരം ബന്ധപ്പെട്ട കൊമേഴ്സ്യൽ ക്യാരക്ടർ ഉള്ള സ്ഥാപനങ്ങളാണ്. ആർട്ടിക്കിൾ 19 തന്നെയാണ്. 55-ാമത്തെ ചോദ്യം. Rules enjoin the maintenance of proforma accounts in respect of department undertaking of commercial character or quasi-commercial character to ascertain financial results. Who is the authority designated for the maintenance of such accounts? Prescribes the forms
അതിന്റെ ഫോംസ് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അത് ശരിയായ ഉത്തരം സി ആണ്. മെയിൻറ്റൈൻ ബൈ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റി സച്ച് ഫോം എഗ്രീഡ് ടു ബിറ്റ്വീൻ AG ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കൺസേൺഡ് ആണ് കേട്ടോ. AGയും സ്റ്റേറ്റ് ഗവൺമെന്റോട്ട് എഗ്രി ചെയ്യുന്ന പ്രകാരം ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസ് ആണ് അത് മെയിൻ ചെയ്യുന്നത്. AGയും കൺസൾട്ടേഷൻ വിത്ത് C&AG ആണ്. ഓക്കെ, C&AG ഇവിടെ പറയുന്നില്ല, അതുകൊണ്ട് സി ആണ് ഉത്തരം. 56ാമത്തെ ചോദ്യം. In the state of Kerala, proforma accounts are maintained outside the regular accounts for the following commercial departments, except one. താഴെ പറഞ്ഞ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം പ്രൊഫോർമ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേതാണ് ഒരെണ്ണം ഒഴികെ ഉള്ളത്? ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ അത്. അതായത് ലോക്കൽ റൂളിംഗ് ആർട്ടിക്കിൾ 19 താഴെയുള്ള, പിന്നെ ഇറിഗേഷൻ സ്കീംസ് ആൻഡ് പ്രോജക്ട്സ് ഫോർ വിച്ച് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, അതും പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് പ്രൊഫോർമ അക്കൗണ്ട്സ് ആണ്. എന്നാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വല്ല ബിസിനസ് ആണോ? അല്ലല്ലോ. അപ്പോൾ അതാണ് ശരി ഉത്തരം, ഡി ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫോർമ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. 57ാമത്തെ ചോദ്യം. ദ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ആർ ബേസ്ഡ് ഇൻ ദ മെയിൻ ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ഗവൺമെന്റ്സിന്റെ അക്കൗണ്ട്സ് മെയിൻ ആയിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 20 ആണ് അല്ലേ? ജേണൽ ആൻഡ് ലെഡ്ജറിലൊക്കെ പറയുന്നുണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഗവൺമെന്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജേണൽ ആൻഡ് ലെഡ്ജർ ആർ മെയിൻറ്റെയിൻ ഫോർ വിച്ച് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്? സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി, മൈനസ് എൻട്രി, അത് ഡബിൾ എൻട്രി ആണ്. ജേണൽ ലെഡ്ജർ ഡബിൾ എൻട്രി ആണ്. ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട് അല്ലെ? ആർട്ടിക്കിൾ 20 ആണ്. ജേണൽ ലെഡ്ജർ ഡബിൾ എൻട്രി ആണ്. അടുത്തത് 59ാമത്തെ ചോദ്യം. എ സെറ്റ് ഓഫ് ടെക്നിക്കൽ അക്കൗണ്ട്സ്, ദ പർപ്പസ് ഓഫ് ഇറ്റ് ഈസ് ടു ബ്രിങ് ഔട്ട് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് ബാലൻസസ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ടു വിച്ച് ഗവൺമെന്റ് ആക്ട്സ് ആസ്. താഴെ പറഞ്ഞ ഏതൊക്കെ രീതിയിൽ ഗവൺമെന്റ് ആക്ട് ചെയ്യുമ്പോഴാണ് ടെക്നിക്കൽ അക്കൗണ്ട്സ് എന്നുള്ളത് പ്രൊഫോർമ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ബാങ്കർ, റെമിറ്റർ, ബോറോവർ, ഓൾ ദി അബോവ്, ഇതെല്ലാം ശരി ഉത്തരവാണ്. അപ്പൊ ഡി ആണ് അല്ലേ? വേർ ഗവൺമെന്റ് ആക്ട്സ് ആസ് എ ബാങ്കർ, റെമിറ്റർ, ബോറോവർ, എ സെറ്റ് ഓഫ് ടെക്നിക്കൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, 59 ഡി ആണ്. അത് ആർട്ടിക്കിൾ 20 പറയുന്നുണ്ടല്ലോ. ആർട്ടിക്കിൾ 20 തന്നെയാണ്. 60ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം? എ സിംഗിൾ എൻട്രി സിസ്റ്റം, ബി ക്യാഷ് ബേസ്ഡ് സിസ്റ്റം, C invariably in double entry system, D money given to be given and received at the close of the financial year are not accounted. Which of the following is not true? ആ ചോദ്യം ക്യാൻസൽ ചെയ്തേക്കാം, അതിനകത്തൊരു ശരിയായ ഉത്തരവില്ല കേട്ടോ. മണി യഥാർത്ഥത്തിൽ ഇൻവെരിയബിളി അത് വേണ്ട, ആ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് PSC. അതുപോലെ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യരുത് കേട്ടോ, വിട്ടേക്കണം. 61ാമത്തെ ചോദ്യം. വേർ ദ ഗവൺമെന്റ് ആക്ട്സ് ആസ് ബാങ്കർ, റെമിറ്റർ, ബോറോവർ ഓർ ലെൻഡർ, ദ അക്കൗണ്ടിംഗ് സിസ്റ്റം അഡോപ്റ്റഡ്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആർട്ടിക്കിൾ 20 പറയുന്നില്ലേ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. 62. ജേണൽ ആൻഡ് ലെഡ്ജർ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ജേണൽ ആൻഡ് ലെഡ്ജർ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. AG ANT ആണ്. ജേണൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ AG ANT ആണ് കേട്ടോ. 63ാമത്തെ ചോദ്യം. A set of technical accounts maintained for government accounts under a double entry system to bring out the balance of accounts in regard to which government acts as a banker or remitter or borrower. അത് നമ്മളിപ്പോൾ പറയുന്നത് തന്നെയാണ്. അത് ജേണൽ ആൻഡ് ലെഡ്ജർ ആണ്. 63 ആർട്ടിക്കിൾ 20 തന്നെയാണ് അല്ലേ? 64ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് അക്കൗണ്ടന്റ് ജനറൽ മെയിൻറ്റെയിൻ ജേണൽ ആൻഡ് ലെഡ്ജർ ഫോർ ട്രാൻസാക്ഷൻസ് ഓഫ് ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്. സിംഗിൾ, 3 സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റേറ്റ് AG മെയിൻറ്റെയിൻ ജേണൽ ആൻഡ് ലെഡ്ജർ ഫോർ ട്രാൻസാക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെപ്പറേറ്റ്ലി. സി ആണ് ശരി ഉത്തരം. ഇത് ആൻസർ കീ ഉണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ 2ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ചോദ്യങ്ങൾ. ഇതിൽ നല്ലത് പുറത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. കാര്യം എല്ലാം കവർ ചെയ്ത് വളരെ കോംപ്രിഹെൻസീവ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ 6 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒരു 80% എങ്കിലും ആൻസർ ചെയ്യാൻ കഴിഞ്ഞേക്കും, അല്ലെ 70 എങ്കിലും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞേക്കും അല്ലേ? ഷുവർ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ക്ലാസ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.